മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറെ വേദനാജനകവും എന്നാൽ സുപ്രധാനവുമായ ഒരു ഭാഗത്തെക്കുറിച്ച് സാമുവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ 20-ാം അധ്യായം 26-ാം വാക്യം വരെ വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാപം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം എന്നിവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത് പാപവും പശ്ചാത്താപവും. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 12-ാം അധ്യായം 25 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാർ സാധാരണ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ദാവീദ് ജെറുസലേമിൽ തന്നെ തങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യം ജോവാബിൻ്റെ നേതൃത്വത്തിൽ അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. ഒരു വൈകുന്നേരം ദാവീദ് തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ ഹിത്യനായ ഊറിയായുടെ ഭാര്യ ബത്ശീബയായിരുന്നു. ദാവീദിൻ്റെ സൈന്യത്തിലെ വിശ്വസ്തനും മാന്യനുമായ ഒരു വിദേശ സൈനികനായിരുന്നു ഊറിയ. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം. ദാവീദിനെ ആകർഷിക്കാനും രാജ്ഞിയാകാനും വേണ്ടി ബത്ശീബ മനഃപൂർവ്വം സ്വയം വെളിപ്പെടുത്തിയതാണോ എന്ന് ചിലർ സംശയം ഉന്നയിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം അത്തരമൊരു ഉദ്ദേശത്തെക്കുറിച്ച് സൂചനയൊന്നും നൽകുന്നില്ല. അവൾ തന്നെ ശുദ്ധീകരിക്കുന്നതിന് കുളിക്കുകയായിരുന്നുവെന്ന് മാത്രം തിരുവചനം രേഖപ്പെടുത്തുന്നു. 2 സാമുവേൽ 11-ാം അധ്യായം 4-ാം വാക്യം, ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായം 19 മുതൽ 30 വരെ വാക്യങ്ങൾ. അതിനാൽ അവളുടെ പ്രവൃത്തി നിയമപരവും സാധാരണ ജീവിതത്തിൻ്റെ ഭാഗവുമായിരുന്നു, മറിച്ച് രാജാവിനെ പ്രലോഭിപ്പിക്കാനുള്ള ശ്രമം ആയിരുന്നില്ല. യഹൂദ കത്തോലിക്ക പാരമ്പര്യങ്ങൾ ഈ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ദാവീദിൽ തന്നെയാണ് ചുമത്തുന്നത്. അവൻ കണ്ടു, മോഹിച്ചു, പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. യഹൂദ വ്യാഖ്യാനവും കുറ്റം ബത്ശീബയുടെ മേൽ ചുമത്തുന്നില്ല, മറിച്ച് ദാവീദിന് തൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാതിരുന്നതിനെയാണ് എടുത്തു കാണിക്കുന്നത്. അതേസമയം ദൈവം തൻ്റെ കാരുണ്യത്താൽ പിന്നീട് ഈ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിച്ചുവെന്നും ബത്ശീബ സോളോമൻ്റെ അമ്മയായെന്നും പാരമ്പര്യം അംഗീകരിക്കുന്നു. അതിനാൽ പ്രലോഭനം പലപ്പോഴും മനുഷ്യ ഹൃദയത്തിനുള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നും ഓരോ വ്യക്തിയും അവരവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് ഉത്തരവാദികളാണെന്നും ഈ വിവരണം പഠിപ്പിക്കുന്നു. ദാവീദ് അവളെക്കുറിച്ച് അന്വേഷിക്കുകയും അവളെ വരുത്തി അവളോടൊപ്പം പാപം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവൾ അദ്ദേഹത്തിന് സന്ദേശം അയച്ചു, ഞാൻ ഗർഭിണിയാണ്. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം. ഇതറിഞ്ഞ് ദാവീദ് തൻ്റെ പാപം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. തുടക്കത്തിൽ തന്നെ തൻ്റെ നോട്ടം മാറ്റിക്കൊണ്ടും ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടും ദൈവകൽപ്പനകൾ ഓർമ്മിച്ചുകൊണ്ടും ദാവീദിന് ഈ വീഴ്ച ഒഴിവാക്കാമായിരുന്നു. ആ നിമിഷത്തെ ആത്മനിയന്ത്രണം ഗുരുതരമായ ഒരു കൂട്ടം പാപങ്ങളെ തടയുമായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പ്രലോഭനങ്ങൾ പലപ്പോഴും നാം കാണാൻ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന അഥവാ മോഹിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആരംഭത്തിൽ തന്നെ തടഞ്ഞില്ലെങ്കിൽ അത് വലിയ പാപമായി വളരും. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കാനും പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ചിന്തകളിലും പ്രവൃത്തികളിലും ദൈവത്തോട് വിശ്വസ്ത പുലർത്താനും വിളിക്കപ്പെട്ടവരാണ്. ദാവീദ് ഹിത്യനായ ഊറിയായ യുദ്ധകളത്തിൽ നിന്ന് തിരികെ വിളിച്ചു വരുത്തി തൻ്റെ പാപം മറയ്ക്കാൻ ശ്രമിച്ചു. ആദ്യം അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചും ജോവാബിനെയും സൈന്യത്തെയും കുറിച്ചും ഊറിയാവിനോട് സംസാരിച്ചു. പിന്നീട് വീട്ടിൽ പോയി വിശ്രമിക്കാനും ഭാര്യയോടൊപ്പം ആയിരിക്കാനും അവനോട് ആവശ്യപ്പെട്ടു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ. ഊറിയ വീട്ടിൽ രാത്രി ചെലവഴിക്കുമെന്നും തൽഫലമായി കുട്ടി അവൻ്റേതാണെന്ന് കരുതുമെന്നും പ്രത്യാശിച്ച ദാവീദ് അവൻ്റെ പിന്നാലെ സമ്മാനങ്ങളും കൊടുത്തയച്ചു. എങ്കിലും ഊറിയ തൻ്റെ വീട്ടിലേക്ക് പോയില്ല. പകരം അവൻ രാജകൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ സേവകരോടൊപ്പം അന്തിയുറങ്ങി. ദാവീദ് അവനെ ചോദ്യം ചെയ്തപ്പോൾ ഊറിയ ഏറെ വിശ്വസ്തയോടും അന്തസ്സോടും കൂടി മറുപടി പറഞ്ഞു, ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്, പേടകവും അവരോടൊപ്പം ഉണ്ട്. എൻ്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിംപ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണ് എനിക്കത് സാധ്യമല്ല. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം. അവൻ്റെ വാക്കുകൾ ദൈവത്തോടും പെട്ടകത്തോടും സഹസൈനികരോടുമുള്ള ആഴമായ ബഹുമാനം പ്രകടിപ്പിക്കുന്നതായിരുന്നു. ദാവീദ് വീണ്ടും ശ്രമിച്ചു. അദ്ദേഹം ഊറിയായെ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാനും
കുടിക്കാനും ക്ഷണിച്ചു. അവന്റെ ദൃഢനിശ്ചയം ദുർബലപ്പെടുത്താൻ അവനെ ലഹരിയിൽ ആഴ്ത്തുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എന്നാൽ ആ അവസ്ഥയിലും ഊറിയ തന്റെ ഭവനത്തിലേക്ക് പോയില്ല, മറിച്ച് വീണ്ടും സേവകർക്കിടയിൽ ഉറങ്ങി. അവന്റെ വിശ്വസ്തത ദാവീദിന്റെ തിന്മകളുടേതിന് തികച്ചും വിപരീതമായിരുന്നു. ഇനി ഹിത്യനായ ഊറിയയെ കുറിച്ച് കൂടുതൽ നോക്കാം. കാനാൻ ദേശത്തും പരിസരത്തും വസിച്ചിരുന്ന പുരാതന ജനവിഭാഗമായ ഹിത്യരിൽപ്പെട്ട ഒരു വിജാതീയനായിരുന്നു ഹിത്യനായ ഊറിയ. അവൻ ജനിച്ചത് ഇസ്രായേലിനായിട്ടല്ലെങ്കിലും ഇസ്രായേൽ സമൂഹത്തിന്റെ ഭാഗമായി മാറുകയും അവരുടെ വിശ്വാസത്തിലും ജീവിതത്തിലും പങ്കുചേരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് തന്നെ കർത്താവിനോടുള്ള ഭക്തിയെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് അദ്ദേഹം ഇസ്രായേലിന്റെ ദൈവത്തെ സ്വീകരിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. കാലക്രമേണ ഊറിയ ദാവീദിന്റെ സേവനത്തിൽ ആദരണീയനായ ഒരു സൈനികനായി ഉയർന്നു. അദ്ദേഹം ഒരു സാധാരണ പോരാളി അല്ലായിരുന്നു, മറിച്ച് ദാവീദിന്റെ വിശ്വസ്തരായ ആളുകളിൽ ഒരുവനായിരുന്നു. ധീരതയ്ക്കും വിശ്വസ്തതയ്ക്കും അർപ്പണബോധത്തിനും പേരുകേട്ട ദാവീദിന്റെ വീരപരാക്രമികൾ എന്ന് അറിയപ്പെടുന്ന ഗണത്തിൽ പോലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 23-ാം അധ്യായം 39-ാം വാക്യം. യോവാബിന്റെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഊറിയ ദാവീദിന്റെ രാജ്യം സുരക്ഷിതമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഒരു വിദേശിയായിരുന്നിട്ടും ഊറിയ ഏറെ സത്യസന്ധതയോടും പ്രതിബദ്ധതയോടും കൂടിയാണ് ജീവിച്ചത്. അദ്ദേഹം തന്നെ ഇസ്രായേലിനോട് പൂർണ്ണമായി താതാത്മ്യപ്പെടുത്തി. രാജാവിനോട് മാത്രമല്ല, ജനത്തോടും ദൈവത്തോടും വിശ്വസ്ത പുലർത്തി. ദൈവത്തിന്റെ പെട്ടകവും തന്റെ സഹസൈനികരും യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ താൻ ഭവനത്തിൽ പോയി തിന്നുകുടിച്ച് രമിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭക്തി വെളിപ്പെടുത്തുന്നു. 2 സാമുവേൽ 11-ാം അധ്യായം 11-ാം വാക്യം. അതുകൊണ്ട് ഇസ്രായേലിൽ ജനിച്ചവരെക്കാൾ വലിയ വിശ്വസ്തയോടും മാന്യതയോടും കൂടി ജീവിച്ച ഒരു മനുഷ്യന്റെ ഉത്തമ ഉദാഹരണമാണ് ഊറിയ. ഒരു അർപ്പണബോധമുള്ള സൈനികൻ, അച്ചടക്കമുള്ള മനുഷ്യൻ, രാജസേവനത്തിൽ നീതിയുടെ സാക്ഷി എന്നിവ അദ്ദേഹത്തിന്റെ ഗുണങ്ങളാണ്. തന്റെ പദ്ധതി പരാജയപ്പെട്ടുവെന്ന് കണ്ട് രാജാവ് കൂടുതൽ ഗുരുതരമായ ഒരു നടപടി സ്വീകരിച്ചു. പിറ്റേന്ന് രാവിലെ ദാവീദ് യോവാബിന് ഒരു കത്തെഴുതി ഊറിയ വഴി തന്നെ കൊടുത്തയച്ചു. ഘോരയുദ്ധം നടക്കുന്ന മുൻനിരയിൽ ഊറിയയെ നിർത്തണമെന്നും അവൻ വെട്ടേറ്റ് മരിക്കത്തക്ക വിധം അവനെ തനിച്ചാക്കി പിന്മാറണമെന്നും ദാവീദ് കത്തിൽ യോവാബിനോട് കൽപ്പിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അറിയാതെ തന്നെ ഊറിയ തന്റെ സ്വന്തം മരണകൽപ്പനയുമായാണ് പോയത്. യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിച്ചു. ഉപരോധത്തിനിടയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സ്ഥലത്ത് അദ്ദേഹം ഊറിയയെ നിർത്തി. ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ ഊറിയ ഉൾപ്പെടെയുള്ള പല സൈനികരും കൊല്ലപ്പെട്ടു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഇങ്ങനെ ദാവീദിന്റെ പാപം കാരണം നിഷ്കളങ്കനും വിശ്വസ്തനുമായ ഒരു ദാസനും കൂട്ടർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ആ മരണവാർത്ത ദാവീദിന് ലഭിച്ചപ്പോൾ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിക്കാതെ ഇത്തരം നഷ്ടങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും ആക്രമണം തുടരാൻ യോവാബിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യം. മനഃപൂർവ്വമായ ഒരു അനീതിയെ യുദ്ധത്തിലെ ഒരു സാധാരണ സംഭവമായി കണക്കാക്കിയ ദാവീദ് ആ നിമിഷത്തിൽ ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നുപോയി എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വെളിപ്പെടുത്തുന്നു. ഭർത്താവിന് വേണ്ടിയുള്ള ദുഃഖാചരണത്തിന് ശേഷം ബത്ശേബയെ ദാവീദ് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ അദ്ദേഹത്തിന്റെ ഭാര്യയായി. പിന്നീട് അവൾ അദ്ദേഹത്തിന് ഒരു പുത്രനെ പ്രസവിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 27-ാം വാക്യം. പുറമേ നോക്കിയാൽ എല്ലാം ശാന്തമായെന്നും ദാവീദിന്റെ പ്രവർത്തനങ്ങൾ സാഹചര്യം പരിഹരിപ്പിച്ചുവെന്നും തോന്നിപ്പിച്ചു. എങ്കിലും തിരുവചനം ഈ വിവരണത്തെ ഗൗരവമേറിയതും ശക്തവുമായ ഒരു വിധിവാചകത്തോടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ദാവീദിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. സാമുവേൽ 2-ാം പുസ്തകം 11-ാം അധ്യായം 27-ാം വാക്യം. പാപം മനുഷ്യരിൽ നിന്ന് മറച്ചുവെച്ചാലും സത്യം കാണുകയും നീതിയോടെ വിധിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് അത് ഒരിക്കലും മറഞ്ഞിരിക്കില്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജാക്കന്മാരും ദൈവിക നിയമങ്ങൾക്ക് വിധേയരായിരിക്കണമെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ദാവീദെങ്കിലും അദ്ദേഹം നിയമത്തിന് അധീനനല്ലായിരുന്നു. വ്യഭിചാരവും ഊറിയായുടെ മരണത്തിന് വഴിയൊരുക്കിയതും ഗുരുതരമായ പാപങ്ങളാണ്. അധികാര ദുരുപയോഗവും അനിയന്ത്രിത ആഗ്രഹങ്ങളും ഉന്നത നേതാക്കളെ പോലും അധപ്പതിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്. പശ്ചാത്താപം, നീതി, ഉത്തരവാദിത്വം എന്നിവയുടെ ആവശ്യകതയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ പാപത്തിന്റെ വിനാശകരമായ സ്വഭാവത്തെ ഈ സംഭവം വെളിപ്പെടുത്തുന്നു.
ഒരു നിമിഷത്തെ പ്രലോഭനമായി തുടങ്ങുന്നത് വ്യഭിചാരം, വഞ്ചന, കൊലപാതകം എന്നിങ്ങനെ ഗുരുതര പാപങ്ങളുടെ ഒരു പരമ്പരയായി വളരുന്നു. ദൈവത്തിൽ നിന്നും അല്പനേരത്തേക്ക് അകന്നു പോകുന്നത് പോലും ആഴമുള്ള അധാർമികതയിലേക്ക് നയിക്കുമെന്ന് ഇത് കാണിക്കുന്നു. സഭ ദാവീദും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണുന്നു. ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണെങ്കിലും പാപത്തിൽ നിബന്ധിച്ചു. എന്നാൽ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു പാപരഹിതനായി വിശുദ്ധി തികഞ്ഞ രാജ്യം സ്ഥാപിക്കുന്നു. എല്ലാ മാനുഷിക നേതാക്കളും അപൂർണരാണെന്നും നമ്മുടെ പരമമായ വിശ്വാസം ക്രിസ്തുവിൽ മാത്രമായിരിക്കണമെന്നും ഇത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് നാഥാന്റെ ശാസനയും ദാവീദിന്റെ പശ്ചാത്താപവും. സാമുവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 25 വരെ വാക്യങ്ങൾ. ദാവീദിന്റെ സന്നിധിയിലേക്ക് കർത്താവ് നാഥാൻ പ്രവാചകനെ അയച്ചു. നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം നാഥാൻ ഒരു ഉപമ പറഞ്ഞു. ഒരു നഗരത്തിൽ ഒരു ധനികനും ദരിദ്രനും ഉണ്ടായിരുന്നു. ധനികനും ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദരിദ്രന് തൻ്റെ മക്കളോടൊപ്പം മകളെ പോലെ ഓമനിച്ചു വളർത്തിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് തിന്നു കുടിക്കുകയും അവൻ്റെ മടിയിൽ ഉറങ്ങുകയും ചെയ്തിരുന്നു. ധനികന്റെ അടുത്ത് ഒരു യാത്രക്കാരൻ വന്നപ്പോൾ തന്നെ അനേകം മൃഗങ്ങളിൽ ഒന്നിനെ എടുക്കുന്നതിന് പകരം അയാൾ ആ ദരിദ്രന്റെ ഏകയാടിനെ എടുത്ത് അതിഥിക്കായി ഭക്ഷണം തയ്യാറാക്കി. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. അത് കേട്ടപ്പോൾ ദാവീദ് അതീവ ക്രൂധനായി. ആ മനുഷ്യൻ വധിക്കപ്പെടാൻ അർഹനാണെന്നും അവൻ 4 മടങ്ങ് തിരിച്ചു കൊടുക്കണമെന്നും പ്രഖ്യാപിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോൾ നാഥാൻ സത്യം വെളിപ്പെടുത്തി, ആ മനുഷ്യൻ നീ തന്നെ. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. ദൈവം ദാവീദിന് നൽകിയ രാജ്യം, സംരക്ഷണം, അനുഗ്രഹങ്ങൾ എന്നിവ നാഥാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ബത്ശീബയെ സ്വന്തമാക്കിയതും ഹിത്യനായ ഊറിയായുടെ മരണത്തിന് വഴിയൊരുക്കിയതുമായ പാപങ്ങൾ അദ്ദേഹം തുറന്നു കാട്ടി. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും നാഥാൻ പ്രഖ്യാപിച്ചു. ദാവീദിന്റെ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ കഷ്ടതകൾ ഉണ്ടാകും. ഈ പാപത്തിൽ ജനിച്ച കുട്ടി മരിക്കുകയും ചെയ്യും. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 14 വരെ വാക്യങ്ങൾ. ദാവീദ് ഉടൻ തന്നെ കുറ്റസമ്മതം നടത്തി. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. ദൈവം അദ്ദേഹത്തിന് മാപ്പ് നൽകിയെങ്കിലും ആ കുട്ടി മാരകമായി രോഗബാധിതനായി. ദാവീദ് തീവ്രമായ പ്രാർത്ഥനയിലേക്കും പശ്ചാത്താപത്തിലേക്കും തിരിഞ്ഞു. അദ്ദേഹം ഉപവസിച്ചു. രാത്രി മുഴുവൻ നിലത്ത് കടന്നു. കുട്ടിയുടെ ജീവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. മുതിർന്നവർ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഭക്ഷണം നിരസിക്കുകയും ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥന തുടരുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. 7-ാം ദിവസം കുട്ടി മരിച്ചു. ദാവീദിനോട് ഇത് പറയാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. എന്നാൽ കുട്ടി മരിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ദുഃഖാചരണത്തിന് പകരം ദാവീദ് വിശ്വാസത്തോടെ പ്രതികരിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് ദേഹം കഴുകി, സുഗന്ധതൈലം പൂശി, വസ്ത്രം മാറി ആരാധിക്കാനായി കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോയി. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 20-ാം വാക്യം. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് ഉണ്ടായ ഈ പെരുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദാവീദ് വിശദീകരിച്ചു. കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ച് കരഞ്ഞു. ശരി തന്നെ, കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ? ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഇത് മരണാനന്തര ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യാശ പ്രകടമാക്കുന്നു. ഇതിനുശേഷം ദാവീദ് ബത്ശീബയെ ആശ്വസിപ്പിച്ചു. അവൾ സോളമൻ എന്ന മകനെ പ്രസവിച്ചു. കർത്താവ് ആ കുട്ടിയെ സ്നേഹിക്കുകയും ഒരു പ്രത്യേക ദൗത്യത്തിനായി അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പാപത്തിനും കഷ്ടപ്പാടിനും ശേഷവും ദൈവത്തിൻ്റെ കരുണ പുതിയ പ്രത്യാശ നൽകുമെന്ന് ഇത് കാണിക്കുന്നു. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 24-25 വാക്യങ്ങൾ. യഹൂദ വീക്ഷണത്തിൽ രാജാവായാലും നിയമലംഘനത്തിന് ദൈവത്തിന് മറുപടി നൽകേണ്ടി വരുമെന്നും പ്രവാചകനാൽ തിരുത്തപ്പെടണമെന്നും ഈ ഭാഗം കാണിക്കുന്നു. നാഥാന്റെ ഉപമ ദാവീദിന്റെ പാപത്തിലെ അനീതി വെളിപ്പെടുത്തുകയും സ്വന്തം കുറ്റം തിരിച്ചറിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരവാദിത്വത്തെയും പശ്ചാത്താപത്തെയും ഇത് ഊന്നിപ്പറയുന്നു. ദാവീദിന് മാപ്പ് ലഭിക്കുന്നുണ്ടെങ്കിലും തൻ്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ
യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ ശക്തമായ ഉദാഹരണമാണ് ഇത്. ദാവീദിന്റെ കുറ്റസമ്മതവും ഉപവാസവും പ്രാർത്ഥനയും അഗാധമായ അനുതാപത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് പിന്നീട് സങ്കീർത്തനം 51 പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മരണശേഷം അദ്ദേഹം കാണിച്ച സമാധാനം ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിനെ കാണിക്കുന്നു. ദൈവം പാപം ക്ഷമിക്കുമെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിലനിന്നേക്കാമെന്ന് സഭ പഠിപ്പിക്കുന്നു. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാനും ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കാനും അവിടുത്തെ ഹിതം വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും ഈ ഭാഗം വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. വീഴ്ച സംഭവിച്ചെങ്കിലും ദാവീദ് പശ്ചാത്താപത്തിൻ്റെ മാതൃകയായി മാറുന്നു. ഇത് പൂർണ്ണമായ ക്ഷമയും സൗഖ്യവും നൽകുന്ന ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇനി ഈ സംഭവത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പങ്കും അതിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങളും നോക്കാം. ഒന്ന്, ദാവീദാണ് ഈ സംഭവത്തിലെ കേന്ദ്ര കഥാപാത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിലും അദ്ദേഹം ഗുരുതരമായ പാപത്തിൽ വീഴുന്നു. ജാഗ്രതക്കുറവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പരാജയം ആരംഭിക്കുന്നത്. അത് വ്യഭിചാരത്തിലേക്കും വഞ്ചനയിലേക്കും ഒടുവിൽ ഊറിയായെ വധിക്കാനുള്ള ഗൂഢാലോചനയിലേക്കും വളരുന്നു. എങ്കിലും സത്യം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ഞാൻ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് വിനയത്തോടെ സമ്മതിക്കുന്നു. തുടർന്ന് അദ്ദേഹം പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും തിരിയുന്നു. ദാവീദിന്റെ പശ്ചാത്താപത്തെ യഹൂദ പാരമ്പര്യം ശരിവെക്കുന്നു. ദാവീദ് തെഷുവ, അതായത് യഥാർത്ഥ പശ്ചാത്താപം ചെയ്തുവെന്നും ദൈവത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക് അദ്ദേഹം ഒരു മാതൃകയാണെന്നും റബ്ബിമാരുടെ രചനകൾ എടുത്തു പറയുന്നു. ദാവീദ് രചിച്ച പശ്ചാത്താപ സങ്കീർത്തനങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനം 51, യഹൂദ പ്രാർത്ഥനാ ജീവിതത്തിൽ സുപ്രധാനമാണ്. കത്തോലിക്ക സഭ ദാവീദിനെ ഒരു പാപിയായും പശ്ചാത്താപത്തിന്റെ മാതൃകയായും കാണുന്നു. അദ്ദേഹത്തിന്റെ അനുതാപം കുമ്പസാരമെന്ന കൂദാശയിലെ മനസ്താപത്തിന്റെ അടിസ്ഥാനമാണ്. അദ്ദേഹം ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മുൻ രൂപവുമാണ്. എന്നാൽ ദാവീദിൽ നിന്ന് വ്യത്യസ്തനായി ക്രിസ്തു പാപരഹിതനാണ്. ദാവീദ് 2 സുപ്രധാന സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ആത്മീയമായി ശക്തരായവർ പോലും ജാഗ്രത വെടിഞ്ഞാൽ വീണു പോകാം. പ്രലോഭനങ്ങൾ പലപ്പോഴും ചെറിയ വീഴ്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടാമതായി, യഥാർത്ഥ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെ എഴുന്നേൽക്കുന്നതിലാണ്. പാപസാഹചര്യങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെടുമ്പോൾ വിനയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങാനും ദാവീദിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തത്, ബത്ശേബ. ദാവീദ് ചെയ്ത പാപത്തിന്റെ ഭാഗമായി ബത്ശേബ മാറുന്നുണ്ടെങ്കിലും ഈ തെറ്റിന് തുടക്കമിടുന്നത് ദാവീദാണ്. പശ്ചാത്താപത്തിന്റെ പ്രത്യാഘാതങ്ങൾ അവൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദൈവകൃപയാൽ അവളുടെ ജീവിതം മഹത്വപ്പെടുകയും അവൾ മഹാനായ സോളമൻ രാജാവിൻ്റെ അമ്മയായി മാറുകയും ചെയ്യുന്നു. സോളമനിലേക്ക് നയിച്ച ദൈവപരിപാലനയുടെ ഭാഗമായാണ് ചില യഹൂദ വ്യാഖ്യാതാക്കൾ ബത്ശേബയെ കാണുന്നത്. പിൽക്കാല പാരമ്പര്യങ്ങൾ രാജകൊട്ടാരത്തിൽ സ്വാധീനമുള്ള രാജമാതാവ് എന്ന നിലയിലുള്ള അവളുടെ പദവിയെ ഊന്നിപ്പറയുന്നു. 1 രാജാക്കന്മാർ 2:19. കത്തോലിക്ക വീക്ഷണത്തിൽ യേശുവിന്റെ വംശാവലിയിൽ ബത്ശേബ ഉൾപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. മനുഷ്യന്റെ ബലഹീനതകളിലൂടെ പോലും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പ്രവർത്തിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. വേദനാജനകമായ തുടക്കമായിരുന്നിട്ടും അവൾ രക്ഷാചരിത്രത്തിന്റെ ഭാഗമായി. അടുത്ത കഥാപാത്രം ഹിത്യനായ ഊറിയ. ജന്മന ഒരു വിദേശിയാണ് ഊറിയ എങ്കിലും ഇസ്രായേലിലെ വിശ്വസ്തനും മാന്യനുമായ ഒരു സൈനികനായിരുന്നു അദ്ദേഹം. ദാവീദ് രാജാവിനോട് മാത്രമല്ല, ദൈവജനത്തോടും വാഗ്ദത്ത പേടകത്തോടും അദ്ദേഹം അസാധാരണ വിശ്വസ്തത കാണിച്ചിരുന്നു. അവസരം ലഭിച്ചിട്ടും മറ്റുള്ളവർ യുദ്ധക്കളത്തിൽ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇസ്രായേലിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച നീതിമാനായ ഒരു വിദേശിയായാണ് ഊറിയായെ യഹൂദ പണ്ഡിതന്മാർ കാണുന്നത്. പെട്ടകത്തോടും സഹസൈനികരോടുമുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തത അദ്ദേഹത്തിന്റെ ധാർമ്മിക മഹത്വം വെളിപ്പെടുത്തുന്നു. നീതിയുടെയും വിശ്വസ്തതയുടെയും സാക്ഷിയായാണ് ഊറിയായെ കത്തോലിക്ക സഭ കാണുന്നത്. കഷ്ടപ്പാടുകൾക്കിടയിലും വിശ്വസ്തത പുലർത്തുന്ന ക്രൈസ്തവ ആദർശങ്ങൾക്ക് സമാനമായ ത്യാഗത്തിന്റെയും കടമയുടെയും ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം പ്രതിഫലിപ്പിക്കുന്നു. സത്യസന്ധതയുടെയും അച്ചടക്കത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും മാതൃകയാണ് ഊറിയ. യഥാർത്ഥ നീതി അളക്കുന്നത് പദവിയിലൂടെയോ പ്രശസ്തിയിലൂടെയോ അല്ല, മറിച്ച് കടമകളോടുള്ള വിശ്വസ്തതയിലൂടെയാണെന്ന് അദ്ദേഹത്തിന്റെ ഉദാഹരണം പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ പാപം കാരണം ഊറിയായെ പോലെ നിഷ്കളങ്കർ ചിലപ്പോൾ പീഡിപ്പിക്കപ്പെടാം. എന്നാൽ അവരുടെ വിശ്വസ്തത
ശക്തമായ ഒരു സാക്ഷ്യമായി നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തേത് നാഥാൻ. ദാവീദിനെ ധീരമായി നേരിടുന്ന ദൈവത്തിന്റെ പ്രവാചകനാണ് നാഥാൻ. ഒരു ഉപമയിലൂടെ അദ്ദേഹം ദാവീദിനെ സ്വന്തം പാപം തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നു. ഭയമില്ലാതെ അധികാരത്തോട് സത്യം സംസാരിക്കുന്ന അദ്ദേഹം ദൈവത്തിന്റെ വിധിയും കരുണയും ഒരുപോലെ അറിയിക്കുന്നു. യഹൂദ വീക്ഷണത്തിൽ രാജാക്കന്മാരെ പോലും ദൈവനിയമത്തിന് വിധേയരാക്കുന്ന പ്രവാചക പാരമ്പര്യത്തെയാണ് നാഥാൻ പ്രതിനിധാനം ചെയ്യുന്നത്. നീതിയുടെയും ഉടമ്പടിയുടെയും സംരക്ഷകരായാണ് പ്രവാചകന്മാർ കാണപ്പെടുന്നത്. കത്തോലിക്ക വീക്ഷണത്തിൽ മനസ്സാക്ഷിയുടെ ശബ്ദത്തെയും സഭയുടെ പ്രബോധന അധികാരത്തെയുമാണ് നാഥാൻ സൂചിപ്പിക്കുന്നത്. തിരുവചനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ആത്മീയ മാർഗനിർദ്ദേശത്തിലൂടെയും ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ തിരുത്തുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പങ്ക് വ്യക്തമാക്കുന്നു. പ്രവാചക തുല്യമായ ധീരതയുടെ പ്രാധാന്യം നാഥാൻ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു പോലും ദൈവത്തിൻ്റെ ശക്തി വിളിച്ചു പറയുന്ന ശബ്ദങ്ങൾ ആവശ്യമാണ്. തിരുത്തലുകൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്കും മാനസാന്തരത്തിനും മാർഗനിർദ്ദേശങ്ങളും ശാസനകളും സ്വീകരിക്കുന്നത് അത്യാവശ്യമാണ്. അഞ്ചാമത് ജോവാബ്. രാജാവിനോട് വിശ്വസ്തനാണെങ്കിലും അനീതിയുടെ ഭാഗമാകുന്ന ഒരു പട്ടാള മേലുദ്യോഗസ്ഥനായിരുന്നു ജോവാബ്. ഊറിയായുടെ മരണത്തിലേക്ക് നയിച്ച പദ്ധതി ഉൾപ്പെടെ ദാവീദിന്റെ കൽപ്പനകൾ ജോവാബ് വിശ്വസ്തയോടെ നടപ്പിലാക്കി. യഹൂദ വീക്ഷണത്തിൽ ജോവാബ് ഒരു സങ്കീർണ വ്യക്തിത്വമാണ് കാണിക്കുന്നത്. രാജാവിനോട് വിശ്വസ്തനാണെങ്കിലും ധാർമ്മികമായി പിഴവുകൾ ഉള്ളവനായിരുന്നു അയാൾ. നീതിയേക്കാൾ ഉപരി അനുസരണത്തിന് മുൻഗണന നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഉയർത്തുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ തിന്മയുമായി സഹകരിക്കുന്നതിൻ്റെ അപകടത്തെയാണ് ജോവാബ് പ്രതിനിധാനം ചെയ്യുന്നത്. ദൈവിക നിയമത്തിന് വിരുദ്ധമായ കൽപ്പനകൾ അനുസരിക്കാൻ ഒരാൾക്ക് ബാധ്യതയില്ലെന്ന് കത്തോലിക്ക ധാർമ്മിക പ്രബോധനം ഊന്നിപ്പറയുന്നു. അന്ധമായ അനുസരണത്തെക്കുറിച്ച് ജോവാബിൻ്റെ പങ്ക് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിശ്വസ്തത എപ്പോഴും ധാർമ്മിക ഉത്തരവാദിത്വത്താൽ നയിക്കപ്പെടണം. എല്ലാറ്റിനും ഉപരി ദൈവത്തെ അനുസരിക്കാനും അധികാരികൾ ആവശ്യപ്പെട്ടാൽ പോലും തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കാതിരിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. 6. ദാവീദിൻ്റെയും ബത്ശേബയുടെയും ആദ്യജാതൻ. ദാവീദിന് ബത്ശേബയിൽ ഉണ്ടായ ആദ്യ കുട്ടി രോഗബാധിതനായി മരിക്കുന്നത് ദാവീദിൻ്റെ പാപത്തിൻ്റെ പ്രത്യാഘാതമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. കുട്ടിയുടെ രോഗം ദാവീദിനെ ആഴമായ പശ്ചാത്താപത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലേക്കും നയിക്കുന്നു. യഹൂദ വീക്ഷണത്തിൽ പാപത്തിൻ്റെ ഗൗരവത്തെയും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. പശ്ചാത്താപത്തിനും പുനഃസ്ഥാപനത്തിനും ഇടം നൽകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നീതിയെയും ഇത് ഊന്നിപ്പറയുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ പാപം വ്യക്തിപരമായ കുറ്റബോധത്തിനും അപ്പുറം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നു. പാപം പാപിയെ മാത്രമല്ല മറ്റുള്ളവരെയും ബാധിക്കുമെന്ന് ദാവീദിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. അതേസമയം കഷ്ടപ്പാടുകൾ പശ്ചാത്താപത്തിലേക്കും ആഴമായ വിശ്വാസത്തിലേക്കുമുള്ള പാതയായി മാറാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കണമെന്നും പ്രയാസകരമായ ഘട്ടങ്ങളിൽ പോലും അവിടുത്തെ ഹിതം അംഗീകരിക്കണമെന്നും ദാവീദിന്റെ പ്രതികരണം നമ്മെ പഠിപ്പിക്കുന്നു. 7. സോളമൻ. ദാവീദിന്റെ പശ്ചാത്താപത്തിന് ശേഷമാണ് സോളമൻ ജനിക്കുന്നത്. അവൻ കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ തുടർച്ചയും ദേവാലയം നിർമ്മിക്കുന്ന ഭാവി രാജാവുമായി അവൻ മാറുന്നു. യഹൂദ വീക്ഷണത്തിൽ ദാവീദിന് ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായാണ് സോളമനെ കാണുന്നത്. കാരണം ദേവാലയത്തിന്റെ നിർമ്മാതാവും ജ്ഞാനിയും സമാധാന പ്രിയനുമായ രാജാവായിരുന്നു സോളമൻ. കത്തോലിക്ക വീക്ഷണത്തിൽ ജ്ഞാനിയായ സമാധാനത്തിന്റെ രാജാവ് എന്ന നിലയിൽ സോളമൻ ക്രിസ്തുവിന്റെ മുൻരൂപമാണ്. ദാവീദിന്റെ പശ്ചാത്താപത്തിന് ശേഷമുള്ള സോളമന്റെ ജനനം ദൈവത്തിന്റെ കരുണയെയും അവിടുത്തെ ഉടമ്പടിയുടെ നവീകരണത്തെയും എടുത്തു കാണിക്കുന്നു. ഇനി ഈ ഭാഗത്തു നിന്ന് നമുക്കുള്ള പാഠങ്ങൾ നോക്കാം. 1. പ്രാരംഭത്തിൽ തന്നെ പ്രലോഭനങ്ങളെ ഒഴിവാക്കുക. ദാവീദിന്റെ വീഴ്ച കാണുന്നതിലും മോഹിക്കുന്നതിലുമുള്ള ഒരു ചെറിയ നിമിഷത്തിൽ നിന്നാണ് തുടങ്ങിയത്. അദ്ദേഹം അപ്പോൾ തന്നെ പിന്തിരിഞ്ഞുവെങ്കിൽ പിന്നീട് നടന്നതെല്ലാം ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ കണ്ണുകളെയും ചിന്തകളെയും ആഗ്രഹങ്ങളെയും നാം കാത്തു സൂക്ഷിക്കണം. കാരണം ചെറിയ പ്രലോഭനങ്ങൾ വലിയ പാപങ്ങളിലേക്ക് നയിച്ചേക്കാം. 2. പാപം ഒളിപ്പിക്കാൻ ശ്രമിക്കും തോറും അത് വളരുന്നു.
തൻ്റെ തെറ്റ് സമ്മതിക്കുന്നതിന് പകരം അത് മറച്ചുവെക്കാൻ ദാവീദ് ശ്രമിച്ചു. ഇത് കൂടുതൽ ഗുരുതര പാപങ്ങളിലേക്ക് നയിച്ചു. പാപം ഒളിപ്പിക്കുന്നത് കാര്യങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മുമ്പാകെ സത്യസന്ധത പുലർത്തുകയും തുടക്കത്തിൽ തന്നെ പാപമോചനം തേടുകയും വേണം. 3. അധികാര ദുരുപയോഗം അനീതിയിലേക്ക് നയിക്കുന്നു. ദാവീദ് തൻ്റെ അധികാരം തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു. ഇതൊരു നിഷ്കളങ്കന്റെയും സഹസൈനികരുടെയും മരണത്തിന് കാരണമായി. കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ ഉള്ള ഏത് പദവിയും ഉത്തരവാദിത്വത്തോടും ദൈവ നിയമത്തിന് അനുസൃതമായും ഉപയോഗിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4. എപ്പോഴും സത്യസന്ധത പുലർത്തണം. എളുപ്പമുള്ള അവസരം ലഭിച്ചിട്ടും ഊറിയ വിശ്വസ്തതയും അച്ചടക്കവും കൈവിട്ടില്ല. മറ്റുള്ളവർ പരാജയപ്പെടുമ്പോഴും നമ്മുടെ കടമകളോടും മൂല്യങ്ങളോടും പ്രതിബദ്ധത പുലർത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നു. 5. മറ്റുള്ളവരിലൂടെ ദൈവം നമ്മെ തിരുത്തുന്നു. നാഥാൻ ധീരമായി ദാവീദിനെ തിരുത്തി. നമ്മുടെ ജീവിതത്തിലും വൈദികരിലൂടെയോ അധ്യാപകരിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ ദൈവം സംസാരിച്ചേക്കാം. തിരുത്തലുകൾ സ്വീകരിക്കാനും വളരാനും ആവശ്യമായ വിനയം നമുക്ക് ഉണ്ടാകണം. 6. യഥാർത്ഥ പശ്ചാത്താപത്തിന് വിനയം ആവശ്യമാണ്. നാഥാൻ കുറ്റം ചൂണ്ടിക്കാട്ടിയപ്പോൾ ദാവീദ് സ്വയം പ്രതിരോധിച്ചില്ല. അദ്ദേഹം തൻ്റെ പാപം സമ്മതിക്കുകയും പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും തിരിയുകയും ചെയ്തു. യഥാർത്ഥ പശ്ചാത്താപം എന്നാൽ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കുകയും ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് മടങ്ങുകയുമാണ്. 7. പ്രാർത്ഥനയും ദൈവകരുണയിലുള്ള വിശ്വാസവും. തൻ്റെ കുട്ടിക്ക് വേണ്ടി ദാവീദ് ആഴമായി പ്രാർത്ഥിച്ചു. ഇത് ദൈവകരുണയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം കാണിക്കുന്നു. പ്രയാസകരമായ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് തിരിയുകയും അവിടുത്തെ വിശ്വസിക്കുകയും വേണം. 8. ദൈവഹിതം വിശ്വാസത്തോടെ സ്വീകരിക്കുക. കുട്ടിയുടെ മരണശേഷം ദാവീദ് ദൈവഹിതം അംഗീകരിക്കുകയും ആരാധന തുടരുകയും ചെയ്തു. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ പോലും അവിടുത്തെ വിശ്വസിക്കുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 9. പാപത്തിന് പ്രത്യാഘാതങ്ങളുണ്ട്. ദൈവം ദാവീദിനോട് ക്ഷമിച്ചെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിലനിന്നു. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ബാധിക്കുന്നു. അതിനാൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാനും പാപം ഒഴിവാക്കാനും നാം ശ്രദ്ധിക്കണം. 10. ദൈവകരുണ പുതിയ തുടക്കങ്ങൾ നൽകുന്നു. പശ്ചാത്താപത്തിന് ശേഷം സോളമനിലൂടെ ദൈവം വീണ്ടും ദാവീദിനെ അനുഗ്രഹിച്ചു. പരാജയം അവസാനമല്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മെ പുനഃസ്ഥാപിക്കാനും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ പദ്ധതി തുടരാനും കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനുഷ്യഹൃദയത്തിൻ്റെ ബലഹീനതയും പാപത്തിൻ്റെ ശക്തിയും അങ്ങ് അറിയുന്നുവല്ലോ. പ്രലോഭനങ്ങളെ പ്രതിരോധിക്കാനുള്ള കൃപയും തെറ്റുകൾ സമ്മതിക്കുവാനുള്ള വിനയവും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ദാവീദിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിലേക്ക് മടങ്ങാനും അങ്ങയുടെ കരുണയും സൗഖ്യവും അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.